രാവിലക്കത്തെ തിരക്കിലാണ് എല്ലാവരും. മാർക്കറ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഇപ്പം നമ്മളുള്ളത്. ഒരു ക്ഷേത്രം കാണാം. മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം. കടന്നു പോകുന്ന ആളുകളൊക്കെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലായിട്ട് ഇതുപോലത്തെ ഒരു കട കാണാം. പാൽമനീർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം പുറമെ നിന്ന് നോക്കുമ്പോൾ ഇത്രത്തോളം വിസ്തീർണമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു മാർക്കറ്റിന്റെ ഏരിയയും ഈ ഒരു കച്ചവട സ്ഥാപനങ്ങളുടെ ഏരിയയിലേക്കൊക്കെ വരുമ്പോഴാണ് ഒരുപാട് വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ക്ഷേത്ര ഗേറ്റിന്റെ മുന്നിലായിട്ടാണ് ഈ ഒരു കട വരുന്നത്. ഹാൻഡ്മെയ്ഡ് ആയിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അയാളുടെ ആ ഒരു പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. വീഡിയോ എടുക്കട്ടെ എന്നുള്ള അനുവാദത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചത്. വിവിധതരം ഫോട്ടോസുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു ശീല അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മരത്തിൽ വെച്ചിട്ട് വലിച്ചു നീട്ടിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറവും തുന്നി കൂട്ടിയിട്ടാണ് ഉള്ളത്. എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നേരെ മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ഇതുപോലത്തെ ഒരു കവാടം കാണാൻ സാധിച്ചത്. ദേവീദേവന്മാരുടെ പടങ്ങളൊക്കെ തന്നെ ഒരേ കളറിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലവിധ കൊത്തുപണികളാൽ ഉള്ള ഒരു ക്ഷേത്രം. പഴമയിലാണ് അതിങ്ങനെ നിലനിൽക്കുന്നത്. കരിങ്കല്ലിലാണ് നിർമ്മാണം എന്ന് തോന്നും. തുളസിയുടെ ഇലകളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അദ്ദേഹം അതിങ്ങനെ മുന്നിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട്. തുണിയിൽ ഹാൻഡ്മെയ്ഡ് ചെയ്യുന്ന ആ ഒരു വർക്ക് എടുക്കുന്ന കടക്ക് മുന്നിലായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൗണിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം. മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തിരക്ക് പിടിച്ചൊരു ജീവിതം. ചെറിയ ചെറിയ കടകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പലവിധ സംഭവങ്ങളും നമുക്ക് ഈ ചുറ്റുപാടും കാണാൻ സാധിക്കുന്നുണ്ട്. കടകളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിൽപ്പനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഓഫീസ്. അതിൻ്റെ ആ ഒരു നിർമ്മാണ രീതിയാണ് എന്നെ അങ്ങോട്ട് നോക്കിപ്പിച്ചത്. ഇത്രയും അപ്ഡേറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം. മുന്നിലേക്ക് പോകുമ്പോൾ പഴമയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിലുള്ള കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കി നിന്നത്. കഥകളിലൊക്കെ കേട്ട പോലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ടീമുകളും പുറമെ നിന്നാണ് വരാറ് എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പഴമയിൽ രാജാക്കന്മാരൊക്കെ പണി തീർത്ത പോലത്തെ ഒരു രൂപമാണ് ബിൽഡിങ്ങിനൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അന്നത്തെ കാലങ്ങളിൽ പണിക്കാരുടെ കുറവായിരിക്കാം ഇതിനൊക്കെ കാരണം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ന്യൂജൻ അപ്ഡേഷനുമായിട്ടാണ് ടൗണിന്റെ കിടപ്പുവശങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മരത്തിന്റെ പ്രത്യേകത ഇതിന്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോട് അടുത്തിട്ടുണ്ടെങ്കിലും വളരെയധികം ചൂടാണ് ഇവിടെ. ഈ ചൂടത്ത് അതിന്റെ ചുവട്ടിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി വേറെ ലെവലാണ്. കടയുടെ മുൻഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എത്രത്തോളമാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചതും നോക്കി നിന്നതും. ഓരോ ആളുകളുടെ ഓരോ ജീവിത മാർഗ്ഗം. മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഈ കടയുടെ ഉദ്ഘാടനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ചുവപ്പിലും വെള്ളയിലും അതിമനോഹരമായിട്ട് അതിനെങ്ങനെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. മുന്നിലായിട്ട് വായകളൊക്കെ തന്നെ കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഏണികൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു മലയാളിയെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താലേ നമ്മുടെ നാട്ടിലെ ഓരോ നിയമത്തിന്റെ വ്യതിയാനം കൊണ്ട് സംഭവിച്ച ഓരോ നഷ്ടങ്ങൾ. മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ഓട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ഇതുപോലത്തെ പ്രവർത്തനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കുറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ കഴിവിൽ വിശ്വാസമുള്ള ആളുകൾ. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽമനീറിന്റെ മെയിൻ ടൗൺ ആണ് ഈ കാണുന്നത്. അവിടെ ഇങ്ങനെയായിട്ടൊരു ചർച്ച് കാണാം. ബസ്സുകളൊക്കെ തന്നെ വർണ്ണ നിറങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇതുപോലൊരു കുറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ആളെ കാണാൻ സാധിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ചെറിയ ചെറിയ പണികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയും ഈ ഒരു മരമാണ്. വളരെയധികം തണൽ കിട്ടുമ്പോൾ ഈ ഒരു ചൂടത്ത് വളരെ സമാധാനമാണ് എന്നുള്ളതാണ്. ഈ ഒരു തിരക്കൊന്നും കാണുന്നില്ലെങ്കിലും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ടൗൺ ആയിട്ടാണ് പാൽമനീറിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപം കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചർച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ടൗണിലുണ്ട്.